അപ്പോൾ നമ്മളെ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ബാർസ ഡോട്ട്മുണ്ട് പ്രീ മാച്ച് റിവ്യൂ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പറയാം, ഫസ്റ്റ് ലെഗ് തന്നെ ബാർസക്കാർ ഏകദേശം 4-0 പരിപാടി തീർത്തിന്. എന്തായാലും പറയാൻ പറ്റില്ല, അവരെ സിഗുണ്ട പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ ഡോട്ട്മുണ്ടിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ സ്ഥലമാണ്. അവിടെ എന്താ നടക്കാമെന്നും നമുക്കിന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പക്ഷെ 4-0 എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ചൊരു 3-0 2-0 ആണെങ്കിലും ഒരു 3-1 4-1 കുറച്ചുകൂടി ഡോട്ട്മുണ്ടിന് ചാൻസ് ഉണ്ട്. ഇപ്പം ചിലപ്പോൾ ഡോട്ട്മുണ്ട് ചിലപ്പോൾ ആദ്യം സ്കോർ ചെയ്ത് ഇപ്പോൾ ഒരു 2 ഗോൾ 3 ഗോളെല്ലാം പെട്ടെന്ന് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചിലപ്പോൾ സ്കോർ ചെയ്യും, പറയാൻ പറ്റില്ല. അവിടുത്തെ ആരവങ്ങളും പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഡോട്ട്മുണ്ട് ക്ലബിനെ കൊണ്ട് പറയാമെന്ന് വെച്ചാൽ ഡോട്ട്മുണ്ട് എല്ലാ കാലത്തും നല്ല വേഗതയുള്ള പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്ന ടീമാണ്. ഇപ്പോഴും യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എപ്പോഴും യൂസ് ചെയ്യുന്ന വേഗതയുള്ള. പിന്നെ കുറേ ഉദാഹരണങ്ങളുണ്ട്. നമ്മളെ ഇപ്പോഴുള്ള ടീമിൽ എനിക്കൊന്ന് കരീം അഡയമി എന്ന് പറഞ്ഞ പ്ലെയർ, അവിടെ നല്ല സ്പീഡുള്ള പ്ലെയറാണ്. ഈ ടീമിലാകെ എനിക്ക് കുറച്ച് ബ്രാൻഡിറ്റ് അഡയമി പിന്നെ നമ്മളെ എംറാസ് ചാൻ അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ എനിക്ക് ഫെമിലർ ആയിട്ടുള്ളൂ. കുറച്ച് മുമ്പെല്ലാം ഞാൻ ലെവൻഡോവ്സ്കിയിലുള്ള ടൈമിലെല്ലാം ഫുള്ള് ഞാൻ ഫോളോ ചെയ്യുന്ന ക്ലബ്ബായിരുന്നു. അത് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അവർ ബുണ്ടസ് ലീഗിലെല്ലാം കുറച്ച് ഫോം വീക്കാണ് അവർക്ക്. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ എന്ന് വെച്ചാൽ ബയണിനെ അവർ സമനില പിടിച്ചിരുന്നു. അപ്പോൾ ഗെയിം എന്ന് വെച്ചാൽ ഇന്ന് മാക്സിമം ബാർസക്ക് തന്നെയാണ് ചാൻസ് കാണുന്നത്. അല്ലെങ്കിൽ എന്നാലും പക്ഷെ ഒരുപക്ഷെ നല്ല മാച്ച് കാണാൻ പറ്റും, നല്ല ടൈറ്റ് മാച്ച് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഡോട്ട്മുണ്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയാൻ പറ്റില്ല, ഇത് ചാമ്പ്യൻസ് ലീഗ് നൈറ്റാണ്, എന്ത് സംഭവിക്കാം. എന്താ പറയുക, പിന്നെ ഇവർക്ക് കൊടുക്കുന്നൊരു ഡോട്ട്മുണ്ടിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ബാർസൻ്റെ എല്ലാം യങ് പ്ലേയേഴ്സാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യങ് പ്ലേയേഴ്സ് നല്ല തന്നെയാണ്, മോശമൊന്നുമല്ല. പക്ഷെ അവരെ എക്സ്പീരിയൻസ് ചിലപ്പം ഇങ്ങനത്തെ മാച്ച് വരുന്നവരെ മാറ്റർ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ലിവർപൂളിന് ഇതേ സംഭവം പണ്ട് ലിവർപൂളിന് ഇവർ ഫസ്റ്റ് ലെഗിൽ 3-0 അടിച്ചിട്ട് സെക്കൻഡ് ലെഗിൽ ലിവർപൂൾ പോയിട്ട് തിരിച്ചടിച്ചൊരു സംഭവമുണ്ട്. ഒറിജി എല്ലാം ഗോൾ സ്കോർ ചെയ്തത്. ഏകദേശം ആ ലെവൽ വരില്ലെങ്കിലും തീർത്തും ഡോട്ട്മുണ്ടിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഒരു 80% ചാൻസ് പാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു 20% നമുക്ക് ഡോട്ട്മുണ്ടിന് ഇപ്പോഴും കൊടുക്കാം. പിന്നെ നമ്മളെ ബാർസ ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാർസ ടീമിൽ 4-0 ജയിച്ചവരാണ്. ഫസ്റ്റ് ലെഗിൽ എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി അറ്റാക്കിംഗ് ഫോർമേഷനിലാണ് കളിച്ചത്, 4-2-3-1. അതായത് മിഡിൽ നമ്മളെ റോഡ്രിയും പിന്നെ ഡിയോങ് കളിച്ച്, പിന്നെ മറ്റേ മൂന്നായിട്ട് റാഫീന പിന്നെ ഉണ്ടായിരുന്നു, പിന്നെ റൈറ്റ് ഫ്ലാങ്കിൽ നമ്മളെ യമാൽ കളിച്ച്, പിന്നെ സെൻറ്റർ CF ആയിട്ട് ലെവൻഡോവ്സ്കിയെല്ലാം കളിച്ചു. പക്ഷേ നല്ല ആ ഒരു ഫോർമേഷൻ എനിക്ക് തോന്നുന്നു അന്ന് അവരധികം റിസ്ക് എടുക്കാണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്കിംഗ് ഫോർമേഷനിൽ കളിച്ചാൽ 4-3-1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഫേവറേറ്റ് ടീം ആർസണലിൻ്റെ ഫോർമേഷനാണ്. ആ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കുറെ കളി നല്ല രസം ഉണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. എന്നാലും ഡിഫൻസീവ് മിഡ് ഇല്ല എന്ന് തന്നെ വേണം പറയാം. 4-2-3-1 എന്ന് പറഞ്ഞാൽ 4-2 ആ രണ്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവരെ പണിയും ശരിക്കും പറഞ്ഞാൽ അറ്റാക്കിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ ആ മുമ്പിൽ വരുന്ന 3 പ്ലേയേഴ്സും ക്ലീൻ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് തന്നെയാണ് ഉണ്ടാവുക പൊതുവെ. ഇപ്പോൾ പ്ലെയർ പെഡ്രി ആയാലും യമാലിനായാലും ക്ലീൻ അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. അവർ ഏകദേശം വിങ്ങേഴ്സ് തന്നെയാണ്, എന്താ പറയുക, അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സാണ്. പിന്നെ ഫാബിയൻ ലോപ്പസ് ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഫോർമേഷൻ അവർ ഫസ്റ്റ് ലെഗിൽ ആ റിസ്ക് എടുത്തുകൊണ്ട് ഇവർക്കത് റിസൾട്ട് വന്നു. പിന്നെ ലെവൻഡോവ്സ്കി എന്ന് പറഞ്ഞാൽ ലോൺ മാനലായിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. ലെവൻഡോവ്സ്കിൻ്റെ വിഷയം ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീഡിയോ ആയിട്ട് കേട്ടുക. ഇപ്പോൾ ബയൺ മ്യൂണിച്ച് ശരിക്കും സഫർ ചെയ്യുന്നത് ഈ ലെവൻഡോവ്സ്കിനെ അവർ ട്രാൻസ്ഫർ ചെയ്തത് ഇപ്പോഴാണ് അവർ സഫർ ചെയ്യുന്നത്. നമ്മൾ ഒരു ബെൻസ് കാർ മാറ്റിയിട്ട് മാരുതി കാർ മേടിച്ചവരുള്ള അവസ്ഥയാണ് ഇപ്പോൾ ലെവൻഡോവ്സ്കിനെ മാറ്റിയിട്ട് ഹാരി കെയ്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെതായ എഫക്റ്റ് അവർക്ക് ഇപ്പോൾ ഉണ്ട്. അതായത് ചാമ്പ്യൻസ് ലീഗ് മാച്ചുകളിലൊന്നും അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ വേണം പറയാം. പിന്നെ ഡച്ച് ലീഗിലുണ്ട് അവർ തന്നെയാണ് ഫസ്റ്റ്. എന്നാലും ഈ 2 മാച്ചുകൾ, അതായത് നമ്മളെ ചാമ്പ്യൻസ് ലീഗ് ഇമ്പോർട്ടൻറ്റ് മാച്ചത്തിൽ അതേപോലെ തന്നെ ബുണ്ടസ് ലീഗിലുള്ള മെയിൻ മാച്ചുകളിലൊന്നും
ഹാരി കെയ്ൻ എഫക്റ്റീവ് അല്ല എന്ന് തന്നെ വേണം പറയുക. ചിലപ്പോൾ ഗോൾസ് റെക്കോർഡ് നമുക്ക് നോക്കണ്ട. ഗോൾസ് റെക്കോർഡ് ടാപ്പിന് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ബയറിൻ്റെ കളി അറിയാലോ. അവർ വിങ്ങിലൂട്ട് എങ്ങനെ എന്താ പറയുക, ടിപ്പിക്കൽ ജർമ്മൻ സ്റ്റൈൽ അറ്റാക്കാണ്. വിങ്ങിലൂട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ചെറുങ്ങനെ തട്ടിയിട്ട് ഉള്ളിലേക്ക് സ്കോർ ചെയ്യും. അങ്ങനെയാണല്ലോ പണ്ട് ബ്രസീലിനെല്ലാം പോസ്റ്റിലെല്ലാം 7-1 ബ്രസീലിനെല്ലാം തോൽപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ ബാർസക്കനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ലെവൻഡോവ്സ്കി എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ലെവൻഡോവ്സ്കി സ്കോർ ചെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. നല്ലോണം അടിച്ച് ചിലപ്പം എന്ന് പറഞ്ഞാൽ അവിടെ കളിച്ചിട്ടുള്ള പരിചയമുള്ള ഒരു പ്ലെയറാണ്. ആ ഗ്രൗണ്ടിൽ എക്സ്പോഷറെല്ലാം നല്ലോണം അറിയുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഇന്നത്തെ കളി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളത് ലെവൻഡോവ്സ്കിയാണ്. പിന്നെ ഇത് യമാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. യമാലിന് വരാൻ പോകുന്നൊരു ക്ലബ്ബ് ഫുട്ബോളിലൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ. എന്തായാലും ഇന്നത്തെ കളി എന്തായാലും നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ ഞാനും ആ ഗെയിമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കുറച്ച് എൻ്റെ ഫുട്ബോൾ പ്ലേയിങ് റീൽസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റേ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക, കമൻറ്റിലും ചെയ്യുക. അപ്പോൾ ഓക്കെ.